90% അപരാധവും 10% കണ്ടുകൊണ്ടിരിക്കാം. അതാണ് 'ഡെർബി' എന്ന് പറഞ്ഞ സിനിമ. ഞാൻ തിയേറ്ററിൽ പോയൊന്നും കണ്ടില്ല. ഭാഗ്യം. ഇന്നലെ OTT ആണ് കണ്ടത്. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു 10% കൊള്ളാം. ആ കൊള്ളാം എന്നുള്ള 10% ഞാൻ ആദ്യം പറയാം. ഇതിലൊരു റൊമാൻറ്റിക് സൈഡുണ്ട്. അതായത് ഒരു മുസ്ലിം കുട്ടിയും പിന്നെ ഇവര് ഈ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനും. ആ പയ്യൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരുള്ള ആ ഒരു കെമിസ്ട്രി, ആ ലവ് ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നൈസായിട്ട് തോന്നി. വലിയ വെറുപ്പിക്കാതെ അത്യാവശ്യം നല്ല രീതിക്ക് എടുത്ത് വെച്ച പോലെ തോന്നി. അതായത് ഒരു തുടക്കം ആ കുട്ടി നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു രീതിയും എനിക്ക് ആ ഒരു പോർഷൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കോളേജിലെ കൂടി ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ആ ഒരു പോർഷൻ അത്യാവശ്യം നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ 90% അപരാധം പറയാം. ഇതിലുള്ള ആൾക്കാരെ വെറുപ്പീരാണ്. പ്രത്യേകിച്ച് സീനിയേഴ്സ് എന്ന് പറഞ്ഞ് കുറെ കോമാളികൾ കിടന്നുള്ള റാഗിങ്. ഓഹ്! പിന്നെ നായകന്റെ ഒരു വൺ മാൻ ഷോ. അതായത് ഹെലികോപ്റ്ററൊക്കെ കൊണ്ടുവന്ന് ഒരു കോളേജിൽ കയറ്റി വെച്ചിട്ട് അവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നിങ്ങൾ കാണണം. അത് മാത്രമല്ല, ഈ സിനിമയിൽ ഒരു ഒരു സീനിയർ പെണ്ണുണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ സിനിമയിൽ ഇൻട്രൊഡക്ഷൻ, ഈ സിനിമയിൽ ഇവർ വരുമ്പോൾ മറ്റേ തേർഡ് ഇയറും സെക്കൻഡ് ഇയറും തമ്മിലുള്ള എന്തൊക്കെ ഡാൻസൊക്കെ ഉണ്ട്. അതിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഇവള് ഒരു ഡാൻസ് കളിക്കുക. എൻ്റെ പൊന്നെ തൊലി ഉരിഞ്ഞു. അതൊക്കെ എങ്ങനെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന എന്തോ ആൾക്കാർ. അതായത് മൊത്തത്തിൽ പറയാനാണെങ്കിൽ ആ 10% ഒഴിച്ച് നിർത്തിയ 90% അപരാധമാണ്. ആ 10%ത്തിൽ തന്നെ അത്യാവശ്യം നൈസായിട്ട് പോയിട്ടുള്ളത് അവരുടെ റൊമാൻറ്റിക് സൈഡും പിന്നെ അവരെ സംസാര രീതികളും. എനിക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ ആക്ടിങ് കുറച്ച് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളായിരുന്നു. ആ പുള്ളിക്കാരനെ പിടിച്ച് നായകനാക്കിയിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. അല്ലാതെ ഈ മെയിൻ നായകൻ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഒരുമാതിരി കോപ്രായങ്ങളും. ഈ പുള്ളിക്കാരൻ എബ്രഹാം ഓസ്ലോ എന്ന സിനിമയിലെങ്ങാണ്ടുള്ള നായകനാണ് തോന്നുന്നത്. അതിന് ശേഷം ഒരു സിനിമയിലും കണ്ടിട്ടില്ല. പിന്നെ ഇതിലാണ് കാണുന്നത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പടത്തിനൊരു ഇത് വേണമല്ലോ, ഒരു ഹൈപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ സാഗർ സൂര്യയും പിന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിലൊക്കെ ഉള്ള ആ പുള്ളിക്കാരനും വന്നു. പിന്നെ മറ്റേ പുള്ളിക്കാരനെ എനിക്ക് അറിഞ്ഞൂടാ. ഇവർ മൂന്നുപേരും കൂടെ വന്നിട്ടുള്ള ഒരു ഷോ ഉണ്ട്. എൻ്റെ പൊന്നെ, തീ തന്നെ അതൊക്കെ തിയേറ്ററിൽ ഇവർ കൈയടിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എങ്ങനെ ഇത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസറാ ഡയറക്ടറാ എന്നിട്ട് പറയുകയാണ് ഇത്രയും നല്ല ഗംഭീരമായിട്ടുള്ള പടം തിയേറ്ററിൽ എങ്ങനെ ഫ്ലോപ്പായി, മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് തോപ്പിച്ചെന്നു. എടോ, ഈ സിനിമ എങ്ങനെ വിജയിക്കാനാണ്? ഇത് എന്താണ് നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്നത്? ഈ സ്ക്രിപ്റ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഞാൻ പറയുന്നില്ല, അത്രയ്ക്ക് അപരാധം വെച്ച സ്ക്രിപ്റ്റ്. പിന്നെ ഫോണിൽ കൊണ്ടുകൊണ്ട് ഒരു സമാധാനമുണ്ട്. എന്താണ് അടിച്ച് നീക്കി പെട്ടെന്ന് കാണാം. ഈ പാട്ടൊക്കെ വൻ വെറുപ്പ്. ഈ ഗോപി സുന്ദറൊക്കെ എന്തിനാണ് വിചാരിച്ചിരിക്കുന്നത്? ഈ പുള്ളിക്കാരനൊക്കെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നല്ല രീതിക്കൊക്കെ ചെയ്തുകൂടെ? ഇപ്പോഴും മറ്റേ എന്താണ് ഒരുമാതിരി അപരാധം പാട്ടുകൾ ഉണ്ടാക്കി വെച്ച് ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു അപരാധിച്ച പടം. എനിക്ക് വേറെ ഒന്നും സിനിമയെക്കുറിച്ച് പറയാനില്ല. എനിക്കിതിൽ ആക്ടിങ് വൈസ് കൊള്ളാമെന്നുള്ള ആ 10% ഉള്ളത് നമ്മുടെ കുഡൂസ് മീഡിയയിലുള്ള ആ പുള്ളിക്കാരൻ ഉണ്ടല്ലേ, ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അമീനോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ആ പുള്ളിക്കാരൻ്റെ ആക്ടിങ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ലവ് കോമ്പോയിൽ മുസ്ലിം പെണ്ണും മറ്റേ പയ്യനായിട്ടുള്ള ലവ് കോമ്പോയിൽ കുറച്ച് ആ പുള്ളിക്കാരനും പിന്നെ ആ കുട്ടിയും നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും നോക്കേണ്ട പടത്തില്ല. പിന്നെ ഇതിൽ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട്. എന്തൊരു ഓവർ ആക്ടിങ്, എന്തൊരാണത് പുള്ളിക്കാരൻ കാണിക്കുന്നത്. ഒരു രീതിയിലും ഒരു രസമില്ലായിരുന്നു ആ ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു വല്ലാത്ത രീതിക്കുള്ള ക്യാരക്ടർ. പിന്നെ സീനിയേഴ്സിൽ ഒരു പുള്ളിക്കാരൻ കൊള്ളായിരുന്നു. നമ്മളെ ഈ അഞ്ചു കള്ളം കോക്കാനിലൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരുണ്ട്. ആ പുള്ളിക്കാരൻ്റെ ഒരു അപ്പിയറൻസ് നമുക്ക് ആ പുള്ളിക്കാരനോട് ദേഷ്യം തോന്നും. ആ ഒരു റാഗിങ് സമയത്തൊക്കെ അതൊക്കെ കൊള്ളാം. അപ്പോൾ ആ പുള്ളിക്കാരൻ ആ ക്യാരക്ടർ അത്രയും ഡീസൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ പുള്ളിക്കാരനും കൊള്ളായിരുന്നു. ബാക്കിയൊക്കെ വൻ ശോകമായിരുന്നു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, വെറും തൊലിഞ്ഞ സ്ക്രിപ്റ്റും. ആ ലാസ്റ്റ് ജോണി ആൻ്റണി എന്നൊരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എന്തോ. എന്തായാലും പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്ററിൽ കാണാത്ത ഭാഗ്യം.